അമ്മേ ഓഫാക്കി വിചാരിച്ചു തീ കുറച്ച് വെച്ചിട്ട് சொல்லி என்னை வெல்வாய் அது தெரிந்தும் மனம் அதையேதான் எதிர்பார்க்கும். ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കുക്കിങ്ങിലാണ് കേട്ടോ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ബ്ലോഗ് എന്നല്ല, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു തുടക്കം തന്നെ ഞാനിവിടെ അടുക്കളയിലാണ്. അപ്പോൾ ചെറിയൊരു എപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ല, ഇത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, പിരിഡ്സ് ഡേ ഇൻ മൈ ലൈഫ്. നമുക്ക് പിരിഡ്സ് ആയിട്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്ന് വെച്ചാൽ പിരിഡ്സ് ആയിട്ടിപ്പോൾ 2 ദിവസമായി. എന്നാലും നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ചെറിയ ചെറിയ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല, ദിവസം പോലെ തന്നെയാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അന്നത്തെ ദിവസം പണി എടുക്കില്ല, ഈ ചായ അടുക്കളയിൽ കയറണം. അപ്പോൾ ഞാൻ ഇനി അടുത്ത തവണ നമുക്ക് ഇനി അതേപോലെ ഒരു വ്ളോഗ് എടുക്കാം. ഇതിപ്പോൾ സാധാരണ വ്ളോഗ് പോലെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ, നൂഡിൽസ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നൂഡിൽസ്. അപ്പോൾ ഈ ചായക്കും അത് തന്നെ മതി, കഞ്ഞി തിളച്ചാൽ ഗ്യാപ്പിൽ. അപ്പോൾ ഈ ചായക്കും അത് തന്നെ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചായക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണം. പിന്നെ ഈ കഞ്ഞി പെട്ടെന്ന് മനസ്സിലല്ല കേട്ടോ. ഇന്നലത്തെ കഞ്ഞിയാണ്, ഇന്നലത്തെ ചോറാണ്, കഞ്ഞിയല്ല, ഇന്നലത്തെ ചോറാണ്. അപ്പോൾ ഇന്നലെ വെച്ചതേ. അപ്പോൾ അത് വെറുതെ കളയില്ലല്ലോ, ഞങ്ങൾ തിളപ്പിച്ച് തന്നെ എടുക്കും. എല്ലാവരും എടുക്കണ പോലെ തന്നെ തിളപ്പിച്ച് തന്നെ എടുക്കണം. വെള്ളം ഒഴിച്ചിടും രാത്രി, എന്നിട്ട് നല്ലപോലെ കഴുകി വാരിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ രണ്ടാമത് തിളപ്പിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യണം കേട്ടോ. ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കുന്ന പരിപാടിക്ക് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല ബാക്കി വന്നാൽ. പിന്നെ അത്യാവശ്യം നമ്മൾ ഇന്ന് കുറച്ച് ബാക്കിയിട്ട് ഇന്ന് ചോറ് ബാക്കിയിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോകണം, ചേട്ടൻ വീട്ടിലോട്ട് പോകണേന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും. അതായത് പിറ്റേ ദിവസം ഇനി വന്നത് തിരിച്ചിങ്ങോട്ട് വന്നതെന്നുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ രാവിലെ പോണക്കാലം മുമ്പ് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ട് പോകുള്ളൂ, വാർത്തൊക്കെ വെച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ രാത്രി വന്നിട്ട് നമുക്ക് ആ ചോറ് തിന്നാലോ, അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളുടെ എന്താ പറയുക, ഈ നൂഡിൽസിലെ കുറച്ച് ഓയിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താലേ, ഞാൻ നേരത്തെ ഒഴിക്കാൻ മറന്നു പോയിട്ടാണ്. നമ്മൾ വേവിക്കേണ്ട ടൈമിൽ കുറച്ച് ഓയിൽ, ഒരു സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിട്ട് കിടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും സെറ്റായി വരട്ടെ. ഈ ചായനെ എഴുന്നേൽപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കട്ടെ. ഓക്കെ. ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നും അല്ല, അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു തട്ടലും മുട്ടലും കേൾക്കും. പിന്നെ അതേപോലെ ഞാൻ ഇതിങ്ങനെ പാത്രത്തിലിട്ട് ഇളക്കുന്നത്, അതിന്റെ ശബ്ദം കേട്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബ് ആയാലും വിചാരിച്ച് ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ, മൈക്ക് അങ്ങനെ വെച്ചതാണ്. പിന്നെ എന്താ, അപ്പൊ ഞാൻ മാഗി മാഗി എന്ന് പറഞ്ഞാൽ നൂഡിൽസ് എപ്പോഴും എനിക്ക് തെറ്റിപ്പോ. മാഗി വാങ്ങുമ്പോൾ നൂഡിൽസ് വാങ്ങുമ്പോൾ മാഗി എന്ന് പറയും. ഈ നൂഡിൽസും മാഗിയും തമ്മിൽ വ്യത്യാസമുള്ളൂ, രണ്ടും ഒന്നാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ പേരിന്റെ ഇതായിരിക്കും അല്ലേ, മാഗി ഹിപ്പി നൂഡിൽസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും അല്ലേ, എനിക്കറിയാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ഡൗട്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇത് റെഡിയായിട്ട് വരട്ടെ. പിന്നെ അതുപോലെ കുറച്ച് ക്ലൈമറ്റ് ഒക്കെ ശരിക്കും നല്ല മാറി വരുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ അതായത് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോഴേ ഇതായിരുന്നു, മഴയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസവും പോയി, പണി കിട്ടി. ഇന്നും എനിക്ക് മുളകും ഇതൊന്നും എനിക്ക് ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഇത് മുളകും മല്ലിയൊക്കെ വാങ്ങി വെച്ചേക്കുന്നത്. ഇതുവരെ അത് ഞാൻ പൊടിച്ചിട്ടില്ല, ഉണക്കിയിട്ട് പൊടിക്കാൻ കൊണ്ടേ കൊടുത്തിട്ടില്ല. കാരണം മഴ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്നലെ അല്ല മിനിയാവുന്ന നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കല്ലൂരി എറണാകുളത്ത് പോകേണ്ടി വന്നുകൊണ്ട് എനിക്ക് ആ ദിവസം പറ്റിയില്ല. ഇന്നലെ ഇവിടെ തൊട്ടടുത്തൊരു മരിപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് കിടന്നതുകൊണ്ട് ആകെ ഇടങ്ങേറായിട്ട് കിടക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇന്നലെ ദിവസം ചെയ്തില്ല. അപ്പൊ ഇന്ന് വെയിലുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ഉണക്കണം പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പൊ രാവിലെ മഴ കണ്ടപ്പോൾ ഞാൻ വേഗം കിടക്കും, തീർന്നു, ഇതോടെ എല്ലാം തീർന്നു, വെടിക്കെട്ട് തീർന്നു. ഇനി പിന്നെ നോക്കിയാൽ വിചാരിച്ചു. പക്ഷേ ഇപ്പൊ നല്ല വെയിലായി വരുന്നുണ്ട്. അപ്പൊ ഇനി മുളകും മല്ലിയൊക്കെ ഒന്ന് വെയിലത്തിരുന്നോന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കണേന്ന്. ഞാൻ ഡോറ് തുറന്നു വന്നപ്പോഴത്തേക്ക് നമ്മുടെ റോണക്കുട്ടനെ ഇവിടെ ഇരിപ്പുണ്ട്. റോണക്കുട്ട, ആരാണിത്? ഈ ചവിട്ടി ഇവിടെ കിടന്നു വെച്ച ചവിട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടത് ആരാ? ആന്ന് വാ വിളിച്ചാണ്. ആരാണ് ഈ ചവിട്ടി എടുത്തിട്ടത്? റോണോ, നീയാണോ ഈ ചവിട്ടി എടുത്തിട്ടത്? ഇവിടെ ആണാ? അടി കിട്ടണോ? അമ്പ കിട്ടണോ? ആ, അപ്പൊ റോണോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ചവിട്ടിയെപ്പോഴും അറിയാലോ, ഇപ്പൊ തണുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ സ്വയം വലിച്ച് ഭയങ്കര കുടയിൽ കണ്ട പുള്ളിക്കാരൻ തന്നെ സ്വയം ഇറങ്ങി പോകണ്ട. ഇവിടെ ഞാൻ എപ്പോഴും പറയാം, ഇവിടെ നിന്ന് കൊടയില്ല എന്ന് പറയും. എപ്പോഴും രോമം വീഴുമല്ല, ഈ ഏത് അധികം അടിക്കലാണ്. അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് വന്ന് കയറുമ്പോൾ തന്നെ വാതിക്കയിൽ രോമം കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടൽ ഉണ്ടാവൂല, ചിലവർക്ക് അതൊക്കെ കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ ചായ ആയാലും ഞാനായാലും പയ്യെ ഇങ്ങനെ തൂത്തോണ്ടിരിക്കും. അല്ലെങ്കിൽ വന്ന് കയറുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഞാൻ പറയില്ല, കുറച്ച് മഴ കഴിഞ്ഞ് നനഞ്ഞ് കിടക്കണണ്ട മഴ അങ്ങനെ
നനവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പുറത്തെ ട്രീസ ചേച്ചി ഉണ്ട്. ട്രീസ ചേച്ചി അവിടെ പണിയിലാണ്. ട്രീസ ചേച്ചിയുടെ വീട് പണിതുകൊണ്ടിരിക്കുന്നതിന് അപ്പുറത്ത് ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രീസ ചേച്ചിയുടെ വീട് അടിപൊളിയാക്കി വരുന്നുണ്ട്. നമുക്ക് വീടൊക്കെ കാണാം. പതിയെ നമുക്ക് ട്രീസ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അപ്പോൾ ദിവസം നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീട് കാര്യങ്ങളൊക്കെ കാണാം. വീടൊക്കെ ഇപ്പം ജോജിച്ചേട്ടൻ അവിടെ ഇത് കാണണമെങ്കിൽ കാണാമല്ലോ വീട്. ഇപ്പം നമ്മൾ വീഡിയോയിൽ ചെയ്യുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലാകുമ്പോൾ നല്ല രീതിയിൽ അവിടെ കാണാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് അങ്ങനെയൊക്കെ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം, പെട്ടെന്ന് നോക്കട്ടെ. ട്രിസ്റ്റേച്ചിയോട് ചോദിക്കാം, ട്രിസ്റ്റേച്ചി ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ റോൺ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിൽ ഉദിച്ച് വരുന്നുണ്ട്. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞതില്ലേ മല്ലി മുളകൊക്കെ ഉണക്കാനുണ്ട്. അപ്പം അതിൻ്റെ പരിപാടി നോക്കട്ടെ. അയ്യോ അമ്മേ, ഞാൻ ബാഗ് ഓഫാക്കാതെ പോയി. ഓ ഭാഗ്യം, കരിഞ്ഞില്ല ഗൈസ്, കരിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു കരിഞ്ഞെന്ന്. ഓ, ഞാൻ ഓഫാക്കിന്ന് വിചാരിച്ചു. തീ കുറച്ച് വെച്ചിട്ട് പൊക്കളഞ്ഞി. എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ഗുഡ് ബോയ് എഴുന്നേറ്റു അല്ലേ? എന്തേ വാ ഭക്ഷണം കഴിക്കാം. ഗുഡ് മോർണിംഗ്, രണ്ടാമത്തെ ഗുഡ് മോർണിംഗ് കണ്ടത്. ഇച്ചായി ഓൾറെഡി എത്ര മണിയപ്പോൾ എണീറ്റ്? 6:30 എഴുന്നേറ്റു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇച്ചായി ഇച്ചായുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചായി പിന്നെ കിടന്നു. ആ ടൈമിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി ചോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നത്. കറി ഉണ്ടാക്കാൻ സാധനം ഉണ്ടെങ്കിൽ അന്നേരം കറി ഉണ്ടാക്കി വയ്ക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കറി വയ്ക്കും. ഇന്ന് സ്പെഷ്യലായിട്ട് കറി ഇന്ന് ഒന്നുമില്ല. ഇച്ചിരി ചെമ്മീൻ ഇരിപ്പുണ്ട്. പക്ഷെ ആ ചെമ്മീൻ പച്ചക്കറിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതുകൊണ്ടേ അതെനിക്ക് എടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചായി ഇവിടെ ഉണ്ട് കേട്ടോ. എന്താണത്? എന്താണ് ഇച്ചായി കണ്ണാടി നോക്കി ഇങ്ങനെ ഉണ്ടാ. അപ്പോൾ എന്തായാലും വാ നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്ന് എന്താണെന്നറിയാവോ? ടുഡേ സ്പെഷ്യൽ നൂഡിൽസ് വളർത്താറിയേക്കണ്. ഇടക്കള്ള അത് വേറെ കൊണ്ടല്ലോ ഗൈസ്. ഇച്ചായി ഇങ്ങനെ വാ. വേറെ കൊണ്ടല്ല, എനിക്കെപ്പോഴും ഇങ്ങനെ പിരിച്ചായിട്ടിരിക്കുന്ന ടൈമിൽ ഞാനൊന്ന് ഉഷാറാക്കിയപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ നൂഡിൽസ് എന്നറിയാം. അതുകൊണ്ടാണ്. അത് മണത്തൊന്നുമല്ല, മണമൊന്നും അങ്ങനെ വരുന്നൊന്നുമില്ല. വെറുതെ അങ്ങോട്ട് കിടന്ന് വേഷക്കട്ട കള്ളായി. അപ്പോൾ എന്തായാലും വിചാരിക്കും ഞാൻ കൂടി ഫുഡ് അടിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കമോൺ. ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതേ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. എൻ്റെ നൂഡിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിട്ട് കിടക്കുന്നത് വേണ്ട. നല്ല നല്ല ഭംഗിയിൽ വിട്ട് കിടക്കുന്നത്. എണ്ണയല്ല, ഓയിൽ ഒരു 2 സ്പൂൺ ഇട്ട് കണ്ണിട്ട് ഇതാക്കുന്നത്. ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. വീഡിയോയിലെടുത്താൽ ഇല്ലെന്ന് കൊണ്ട് കണ്ട നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കും. മറ്റേതൊന്നും ഇങ്ങനെ കുഴഞ്ഞ് കിടക്കില്ല. ഒരു നുള്ളിട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിലൊക്കെ നമുക്കൊരു പാക്കറ്റ് കിട്ടും ഓയിലിൻ്റെ, നൂഡിൽസിൻ്റെ ഒപ്പം തന്നെ. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വീഴും നമുക്ക്. അത്രയും നല്ലൊരു ഇതാണ്. അപ്പോൾ അതേപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഇച്ചിരി 2-3 തുള്ളി ഇട്ടിട്ടൊന്ന് ഇളക്കി വെച്ചപ്പോഴത്തേക്കും സക്സസ് ആയി. അതേപോലെ തന്നെ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യണം. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ ഇച്ചായി ഇവിടെ നിന്ന് ഇച്ചാടെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇച്ചായുടെ ഫുഡ് അടിക്കാൻ പോലും. പിന്നെ നമ്മൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുള്ളിയുടെ അതെ ബിസിനസ് പുള്ളിയുടെ 2ാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറയാം. അപ്പോൾ അതിനുള്ള ബാഗ് അല്ലേ കവർ, പാക്കിംഗ് കവർ വാങ്ങിയതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. എന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേ പരിപാടികളുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതിയെ ചെയ്യണം. എണ്ണയൊക്കെ തേച്ച് നേരെ വെയിലത്ത് ഇറങ്ങിയിരിക്കണേ കേട്ടോ. വെയിൽ ഇന്ന് നല്ല വെയിലായതുകൊണ്ട് ഞാൻ കുറച്ച് പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇതേ നോക്കിയേ, നമ്മളുടെ മുളക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മുളക് നല്ലപോലെ ഉണക്കാനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലി ഉണങ്ങി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇനി ഉണങ്ങാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടേ കൊടുക്കണം. അതേ മോട്ടർ നിറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ മോട്ടർ ഉണങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി മുളകാണ് ഞാൻ പകുതി എടുത്തേക്കണത്. പകുതി കാശ്മീരിയും പിന്നെ പകുതി ഇതേപോലത്തെ ഈ മുളകുമാണ് എടുത്തേക്കണം. അപ്പോൾ കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും മോട്ടർ വന്നിട്ടുണ്ട്. മോട്ടർ ഓഫ് ആക്കട്ടെ. ഇച്ചായി അവിടെ കുക്കിങ്ങിലാണ്. മേജിലിട്ടെ മോട്ടർ ഓഫ് ആക്കണം. മോട്ടർ ഓഫ് ഓഫാക്കി. അപ്പോൾ ഇച്ചായുടെ കുക്കിങ്ങിലുണ്ടാ. മേജിലേട്ടാ ഇരുട്ടത്ത് നിൽക്കണത്. ഇരുട്ടത്ത് നിൽക്കണ ഞാൻ ഇവിടെ നോക്കി കണച്ചു പോയി. മോട്ടർ നിറയെ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. അപ്പോൾ ഇച്ചായുടെ ചെറിയൊരു കുക്കിങ് അവിടെ കാണല. ചിക്കൻ കറി, ചെറിയൊരു ചിക്കൻ കറി ഇച്ചായി സെറ്റാക്കി. അങ്ങനെ മറ്റേ ഇത് എന്താണ് ചെയ് വേപ്പലുണ്ടായില്ലെന്നേ, വേപ്പൽ പൊട്ടിച്ചില്ല. അപ്പോൾ ഇച്ചായി കിടന്ന് ഞാൻ കറി വെച്ചിരുന്നപ്പോഴത്തേക്കും ഇച്ചായി കിടന്ന് കുറച്ച് ഇവിടെ ഒന്ന് ഉറങ്ങാൻ കയറിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പിന്നെ വിളിച്ചില്ല. ഞാനപ്പോൾ എന്താണ് വേപ്പലൊന്നും ഇടാതെ വെച്ചത്. ഞാനിന്ന് വെച്ചേക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കാണിച്ചരാവേ. പൊക്കി തുറന്നോ. ഇന്ന് പയർ വെച്ചിട്ടുണ്ട്. നല്ല വിട്ട് കിടക്കുന്ന സൈസ് പയർ നല്ലപോലെ വെച്ചിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഉണക്ക ചെമ്മീൻ. ഈ ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ ചായ്? അപ്പോൾ ഉണക്ക ചെമ്മീൻ ഉണ്ട് കേട്ടോ. ഉണക്ക ചെമ്മീൻ ഉള്ളപ്പോൾ വേറെ കറി വേണ്ട, പക്ഷെ എന്നാലും എന്തെങ്കിലും വെക്കണമല്ലോ. വയറ് നിറയണമല്ലോ. ഉണക്ക ചെമ്മീൻ കഴിച്ച് നമുക്ക് അങ്ങനെ വയറ് നിറയില്ല. അതിൻ്റെ മൂടി ഇവിടെ. അപ്പം അതുകൊണ്ട് പയറും കൂടി വെച്ച്, പിന്നെ ചായക്ക് പയർ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പയറ് കറി വെച്ചിട്ട് കുറച്ചായി, അപ്പോൾ പിന്നെ അങ്ങനെ പയറ് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി പായസവും കേക്കും വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ പറ്റുമല്ലോ, കേക്കും പായസമൊക്കെ വന്നിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടാവും. അതെ, നമ്മുടെ ട്രീസ് ചേച്ചിയുടെ മോക്കയുടെ ബർത്ത്ഡേ ആണ്, ജോബിനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജോബിനൊക്കെ, ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ കുളിക്കണായിരുന്നു കേട്ടോ. ഈ ചാനടുത്ത് കൊണ്ട് കൊടുത്താണ്. ആരാ കൊണ്ടുവന്നാ? ട്രീസ് ചേച്ചി കൊണ്ടുവന്ന് കൊടുത്തതാണ്. നല്ല സേമിയ പായസം ഉണ്ട്, പിന്നെ അതുപോലെ നല്ല അടിപൊളി കേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചായ ഒരു ചോറിനാന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേക്കേ വേണ്ട പായസം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനോളാന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇത് കഴിച്ചോ, ഞാൻ ചോറിനാ പോണെന്ന് പോയത്. അപ്പോൾ അത് വേണ്ട, ആള് വിചാരിച്ച എന്റെ ഫുഡാണെന്ന് പറഞ്ഞിട്ട് ആദ്യം മൈൻഡ് ചെയ്യാന്നൊക്കെ പോയിട്ട് ഞാൻ വിചാരിച്ച ഇവിടെ നിന്ന് ഫോണും കാണുന്നത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ. അപ്പൊ ഞാൻ വിചാരിച്ചായി ഫുഡ് കഴിക്കണായിരിക്കും എന്ന് വിചാരിച്ചേട്ടാ ഫുഡ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി പെട്ടെന്ന് വേഗം തന്നെ ഒറ്റ കമ്പ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി മുളക് നല്ല വെയിലുള്ളതുകൊണ്ട് മുളകും പൊടിപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.